ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഈ ഒരു ടൈമിൽ കൊടുത്തത് പണിപ്പുര ടാസ്ക് ആണ് കേട്ടോ. അപ്പോൾ പണിപ്പുരയുടെ അകത്ത് കയറിയാൽ മാത്രമേ ഇവരുടെ ലക്ഷറി ഐറ്റംസ്, ഡ്രസ്സ്, ആക്സസറീസ് എല്ലാം വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹോമിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. എല്ലാവരും കൂടി ചർച്ചയ്ക്കൊടുവിൽ തീരുമാനിച്ച 2 വ്യക്തികളാണ് ആദില നൂറ ആൻഡ് അക്ബർ ഖാൻ. ആദില നൂറ എന്ന് പറയുന്നത് ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അക്ബർ ഖാനും. അപ്പോൾ ഇവർ 3 പേരായിട്ട് അപ്പോൾ ഉള്ളിൽ ചെല്ലാൻ പറ്റും, 2 കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ. പക്ഷേ ഇതൊരു ബിഗ് ബോസ് അംഗീകരിച്ചാൽ അതൊരു ലോജിക്ക് പരമായ കാര്യമാണ് എന്ന് തോന്നുന്നു. കാരണം വളരെയധികം തീരുമാനം, അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമാണ് അതെന്ന് തോന്നുന്നു. കാരണം 3 പേരകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറേ അധികം സാധനങ്ങൾ എടുത്ത് വെളിയിൽ വരാം എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ബിഗ് ബോസ് അത് അംഗീകരിക്കുമായിരിക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ലൈവിൽ ഗിസേൽ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നതും. ഇന്ന് പക്ഷേ ഗിസേൽ വേണ്ടാത്ത കാര്യത്തിനും വേണ്ടുന്ന കാര്യത്തിനും എല്ലാത്തിനും പറയുന്ന ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും പുള്ളിക്കാരി കയറി അങ്ങ് പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ അടുത്ത് 2, 3, 4 തവണത്തോളം അടിയും ബഹളമൊക്കെ പുള്ളിക്കാരി ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ക്യാമറ സ്പേസിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞതൊന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ളത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ രേണു സുധി പുള്ളിക്കാരി ഉണ്ട് അകത്ത്. പക്ഷേ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഒന്നും ആക്റ്റീവല്ല. ഒരു ചൂലൊക്കെ പിടിച്ച് പുള്ളിക്കാരി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ആരെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ആരെങ്കിലും അഭിലാഷിനെ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ തിരിച്ച് കണ്ടൻറ്റ് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ എന്നുള്ള ലെവലിലാണ് പുള്ളിക്കാരിയുടെ നിൽപ്പ്. എനിക്കറിയില്ല, ഇനി ചിലപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി മിക്കവാറും അതായിരിക്കാം. ഇപ്പോൾ ഒന്ന് സൈലൻ്റായിട്ട് നിന്നിട്ട് പതിയെ കയറി വരാം എന്നുള്ള ലെവലിലായിരിക്കാം. എനിവേ, എന്തായാലും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ ഗിസേൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബർ ഖാൻ അടിപൊളിയായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് എന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരി നിന്നു പോകും, ബിഗ് ബോസിൽ ഇങ്ങനെ നിലനിന്ന് പോകുമെന്ന് നമുക്ക് തോന്നുന്ന ലെവലിലുള്ള ഒരു താരം കൂടിയാണ്. കാരണം കഴിഞ്ഞ സീസണുകളിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണുകളിൽ ഇങ്ങനെ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തി എല്ലാ സീസണിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് തോന്നുന്നു. കാരണം എല്ലാത്തിലും ഒന്ന് മികച്ച് നിൽക്കാൻ പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിംഗറാണ് എന്നിലുപരി പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഹൗസിൽ നല്ലൊരു എൻ്റർടൈനർ കൂടിയാണ് എന്നാണ് ആ ഒരു ലൈവിൻ്റെ ഒരു പോക്കണ്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ലൈവ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് മത്സരാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണേ.